പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യ ജീവിതം ഓർമ്മകളാൽ നെയ്തെടുത്ത ഒരു യാത്രയാണ്. കടന്നുപോയ നിമിഷങ്ങളുടെ നിശബ്ദ സംഗീതമാണ് ഓർമ്മകൾ. ചിലത് മഴ പോലെ വന്ന് മനസ്സ് നനയ്ക്കും, ചിലത് മുറിവായി തങ്ങും, കണ്ണുകൾ നിറയ്ക്കും. ചില ഓർമ്മകൾ നമ്മെ ചിരിപ്പിക്കും, ചിലത് കരയിക്കും, ചിലത് നമ്മെ വീണ്ടും ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കും. പോയ മനുഷ്യരെക്കാൾ അവരുടെ ഓർമ്മകളാണ് നമ്മോടൊപ്പം കൂടുതലായിട്ട് ജീവിക്കുന്നത്. കാലം എല്ലാം മാറ്റിയാലും മനസ്സിൻ്റെ ഒരു കോണിൽ മങ്ങാതെ നിൽക്കുന്ന ചില മുഖങ്ങളുണ്ടാകും. ജീവിതം അവസാനിക്കുമ്പോഴും അവസാനമായിട്ട് മനസ്സിൽ മുഴുകുന്നത് ഒരു പിടി ഓർമ്മകളായിരിക്കും. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടാലും മനസ്സിൽ ബാക്കിയാകുന്നത് ഓർമ്മകളാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ഫോട്ടോകൾ സൂക്ഷിക്കുന്നത്, ഡയറി എഴുതുന്നത്, പഴയ പാട്ടുകൾ വീണ്ടും വീണ്ടും കേൾക്കുന്നത്. കാരണം ഓർമ്മകൾ മനുഷ്യ ഹൃദയത്തിൻ്റെ നിധിയാണ്. മരിച്ചാലും മരിക്കാത്ത ഒന്നാണ് ഓർമ്മകൾ. ഇന്ന് ഒരു ഓർമ്മ ആഹ്വാനത്തിൻ്റെ തിരുനാൾ നമ്മൾ സാഘോഷം കൊണ്ടാടുകയാണ്. അന്ത്യ അത്താഴവേളയിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു. ലൂക്ക 22:19 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഈ ഓർമ്മ ആഹ്വാനത്തിൻ്റെ തിരുനാളാണ് നമ്മളിന്ന് കൊണ്ടാടുന്നത്, കോർപ്പസ് ക്രിസ്തി, ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാൾ. മനുഷ്യർ തൻ്റെ സ്നേഹം മറക്കരുതെന്ന് യേശു ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഓരോ വിശുദ്ധ കുർബാനയും ഒരു ഓർമ്മയാണ്, ഒരു ഓർമ്മ ആചരിക്കലാണ്. എന്നാൽ വെറും ഒരു പഴയ സംഭവം ഓർക്കലല്ല, ഒരു ഓർമ്മ പെരുന്നാൾ മാത്രമല്ല. ഇത് യേശു ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു എന്ന വിശ്വാസത്തിൻ്റെ മഹത്തായ പ്രഖ്യാപനമാണ്. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യമാണ് ഓരോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്ന് വളരെ പ്രത്യേകമായിട്ട് തിരുസഭ അതിയായ ഭക്തിയോടും സന്തോഷത്തോടും കൂടെ ഈശോയുടെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. ഈ തിരുനാൾ സഭയിൽ ആരംഭിച്ചത് 13-ാം നൂറ്റാണ്ടിലാണ്. ബെൽജിയത്തിലെ വിശുദ്ധയായിട്ടുള്ള ജൂലിയാന വിശുദ്ധ കുർബാനയ്ക്ക് ഒരു പ്രത്യേക തിരുനാൾ വേണമെന്ന് ആഗ്രഹിച്ചു. വിശുദ്ധ ജൂലിയാനയ്ക്ക് യേശു തന്നെയാണ് ഈ ആഗ്രഹം ഹൃദയത്തിൽ നൽകിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് സ്ഥിരീകരിക്കുവാൻ പിന്നീട് ഒരു അത്ഭുതം സംഭവിച്ചു. ബോൾസിനയിൽ ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചു. ഒരു പുരോഹിതൻ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ തിരുസാന്നിധ്യത്തെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. സംശയത്തോടെ ആ പുരോഹിതൻ കുർബാന അർപ്പിക്കുന്ന വേളയിൽ വിശുദ്ധ കുർബാനയെ മാറിയ ആ തിരുവോസ്തിൽ നിന്നും തിരുരക്തം പൊഴിഞ്ഞു. ഇത് കണ്ട ഉർബാൻ 4-ാം പാപ്പ സഭയിൽ എല്ലായിടത്തും ഈ തിരുനാൾ ആഘോഷിക്കുവാനായിട്ടുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ സഭ ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് ഇത് വെറും ഗോതമ്പ് അപ്പം മാത്രമല്ല, അത് ജീവനുള്ള ക്രിസ്തുവാണ്. ഈശോയുടെ തിരുസാന്നിധ്യം വിശുദ്ധ കുർബാനയിലുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന, ഇന്നും തുടരുന്ന അത്ഭുതം. എന്താണ് വിശുദ്ധ കുർബാന? യേശുവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ ഓർമ്മയും പുനർ ആവിഷ്കരണമാണ് വിശുദ്ധ കുർബാന. കാൽവരിയിൽ അർപ്പിച്ച ബലിയുടെ ഓർമ്മയും ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന അവിടുത്തെ കൽപ്പനയുടെ ഓർമ്മ പുതുക്കലുമാണ് ഓരോ ബലിയിലും സംഭവിക്കുന്നത്. യേശുവിൻ്റെ പീഡാസഹനം, മരണം, ഉത്ഥാനം, ഈ 3 ദിവ്യമായിട്ടുള്ള രഹസ്യങ്ങളുടെ ആഘോഷമാണ് ഓരോ ബലിയിലും പുനരാവിഷ്കരിക്കുന്നത്. ഈ 3 ദിവ്യമായ രഹസ്യങ്ങൾക്ക് കൂടി പറയുന്ന ഒരു വാക്കാണ് പെസഹ മഹാരഹസ്യം. പഴയ പെസഹയുടെ പൂർത്തീകരണമാണ് പുതിയ പെസഹയായിട്ടുള്ള വിശുദ്ധ കുർബാന. പഴയ പെസഹ ഒരു പ്രതീകമായിരുന്നു, പുതിയ പെസഹ അതിൻ്റെ പൂർത്തീകരണമാണ്. പഴയ നിയമത്തിലെ ബലിയുടെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലെ ബലിയായിട്ടുള്ള വിശുദ്ധ കുർബാന. കാരണം അത് പഴയ നിയമത്തിലെ എല്ലാ ബലികളെയും പൂർത്തിയാക്കുകയും അവയ്ക്ക് അതീതമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. പുതിയ പെസഹയായിട്ട് വിശുദ്ധ കുർബാന ഒരു ഉടമ്പടിയാണ്, ദൈവമായിട്ടുള്ള ഉടമ്പടി. ഒപ്പം ഒരു ഓർമ്മ പുതുക്കലാണ്, അനുദിനം പുതുക്കേണ്ട ഒരു ഓർമ്മ കൂടിയാണ് വിശുദ്ധ കുർബാന. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം
1324 ഖണ്ഡിക വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇപ്രകാരം നിർവചിക്കുന്നു. വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആകെ ഉറവിടവും അത്യുച്ച സ്ഥാനവുമാണ്. മറ്റു കൂദാശകളും സഭപരമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും പ്രേക്ഷിത പ്രവൃത്തികളും കുർബാനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതിലേക്ക് തിരിയിരിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ കുർബാന നമ്മുടെ വിശ്വാസത്തിൻ്റെ ആകെ തുകയും സംയുക്ത രൂപവുമാണ്. വിശുദ്ധ കുർബാനയുടെ മുൻ നിഴൽ, മുൻ ആസ്വാദനം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി 3:1 മുതൽ 19 വരെയുള്ള വചനത്തിൽ നമ്മൾ കാണുകയാണ്. ഏദൻ തോട്ടത്തിൽ വിലക്കപ്പെട്ട ഫലം കുർബാനയുടെ ഒരു മുൻ നിഴലായിട്ട് കാണും. എസേക്കിയേൽ പ്രവാചകൻ ഭക്ഷിച്ച മധുരമുള്ള ചുരുള് നൂറ്റാണ്ടുകളായിട്ട് കത്തോലിക്ക സഭയിലെ ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് കുർബാനയുടെ മറ്റൊരു അടയാളമെന്നാണ്. സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അബ്രഹാമിനെ ആശീർവദിക്കുന്നതായിട്ട് ഉൽപ്പത്തി 14:18 നമ്മൾ കാണുന്നു. ഇവിടെ അർപ്പിക്കപ്പെടുന്ന അപ്പവും വീഞ്ഞും വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. പുതിയ നിയമത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള യേശുവിൻ്റെ പ്രബോധനം നമുക്ക് ലഭിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലാണ്. താൻ ജീവൻ്റെ അപ്പമാണെന്നും തൻ്റെ അടുക്കൽ വരുന്നവർക്ക് വിശക്കുകയില്ലെന്നും ദാഹിക്കുകയില്ലെന്നും യേശു പ്രസ്താവിക്കുന്നു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ അപ്പം താനാണ് എന്നും ഈ അപ്പം ഭക്ഷിച്ചാൽ എന്നും ജീവിക്കുമെന്നും ലോകത്തിൻ്റെ ജീവന് വേണ്ടി നൽകുന്ന അപ്പം തൻ്റെ ശരീരമാണെന്നും തൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടാകുമെന്നും താൻ ആ വ്യക്തിയിൽ വസിക്കുമെന്നും അവസാന ദിവസം അവരെ ഉയർപ്പിക്കുമെന്ന് ഈശോ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് വേണ്ടത് വിശുദ്ധ കുർബാനയുടെ ഒരു ആധ്യാത്മികതയാണ്. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും രോഗശാന്തിയുടെ പിന്നാലെ ഓടുന്ന വിശ്വാസ ജീവിതമല്ല, മറിച്ച് വിശുദ്ധ കുർബാനയുടെ ഒരു ആധ്യാത്മിക സ്വയത്തമാക്കിയാണ് വേണ്ടത്. ഈശോ തന്നെ വിശുദ്ധ കുർബാനയിൽ നമുക്കായിട്ട് മുറിച്ചു നൽകി. അങ്ങനെ മുറിച്ചു നൽകുവാനായിട്ടുള്ള ഒരു ആധ്യാത്മികതയാണ് നമ്മൾ സ്വയത്തമാക്കേണ്ടത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമുക്കെല്ലാവർക്കുമുള്ള ഒരു ഉത്തരവാദിത്വം അത് തന്നെയാണ്. നമ്മെ തന്നെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ മുറിച്ചു നൽകുവാൻ, നമ്മുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താവിന് വേണ്ടി, അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, തിരിച്ച് മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് മുറിച്ചു നൽകുവാൻ തയ്യാറാണ്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മളായിരിക്കുന്ന ഇടവകയിൽ, നമ്മുടെ ഇടങ്ങൾ, ഇവിടെയെല്ലാം മുറിച്ചു നൽകുമ്പോൾ മാത്രമാണ് നമ്മൾ അർപ്പിക്കുന്ന ബലികൾ പൂർണ്ണമായിട്ട് മാറുക. നമ്മളിൽ പലരും പലവിധ നേർച്ചകൾ നേരാറുണ്ട്. ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നേർച്ച മറ്റൊന്നുമല്ല, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ഒരു തീരുമാനമാണ്. എന്നും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമെന്ന് തീരുമാനിക്കുക. മറ്റൊരു നേർച്ചയുടെ ആവശ്യം പിന്നീട് വരില്ല പ്രിയപ്പെട്ടവരെ. മറ്റു നേർച്ചകൾ തെറ്റാണ് എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്, മറിച്ച് അവയേക്കാൾ ഉത്തമവും മഹത്വമേറിയ നേർച്ച മുന്നോട്ട് വെച്ചു എന്ന് മാത്രം. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്ന ഇടമാണ് ഓരോ ബലിപീഠവും. ഈ തിരുനാളിൽ നമ്മൾ പല ഇടങ്ങളിലും പ്രതീക്ഷ നടക്കാറുണ്ട്. എന്താണ് അതിനർത്ഥം? യേശുവിനെ പള്ളിക്കുള്ളിൽ മാത്രം അടച്ചിടാനല്ല സഭ ആഗ്രഹിക്കുന്നത്. അവൻ നമ്മുടെ വീടുകളിലേക്കും വീതികളിലേക്കും ജീവിതത്തിലേക്കും സമൂഹത്തിലേക്കും വരണം. ഇന്ന് ലോകം കേൾക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം ഗോഡ് ഇസ് സ്റ്റിൽ വിത്ത് ഹിസ് പീപ്പിൾ എന്നാണ്. അവൻ എന്നും നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന കേന്ദ്രിതമായിരിക്കട്ടെ നമ്മുടെ ജീവിതങ്ങൾ. ഈശോയെപ്പോലെ നമ്മെ തന്നെ മുറിച്ചു നൽകുവാൻ, പകുത്തു നൽകുവാൻ ഒരു കുർബാനയായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഈശോയുടെ ഓർമ്മകൾ നമ്മിലൂടെ ഈ ലോകത്തിൽ എന്നും നിലനിൽക്കട്ടെ. കാരണം ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല. മെമ്മറീസ് നെവർ ഡൈ. എനിക്കുറപ്പാണ്, ഹിസ് മെമ്മറി വിൽ നെവർ ഡൈ. അവൻ്റെ ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ല. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.